നമസ്കാരം. സംസ്ഥാനത്ത് വേനൽച്ചൂട് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നിരിക്കുകയാണ്. പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്ന് KSEB അറിയിച്ചു. ഏപ്രിൽ 18-ന് പീക്ക് സമയ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡായ 117.16 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തിയിരുന്നു. വൈകുന്നേരം 6-നും 10-നും ഇടയിലെ വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിൽ ആദ്യമായി 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നുവെന്നും ഏപ്രിൽ 23-ന് രാത്രി 10:30-ന് 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ വൈദ്യുതി ആവശ്യകത കൂടിയെന്നും KSEB അറിയിച്ചു. അപ്പോൾ നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങി നെയ്തലക്കാവ് ഭഗവതി. തൃശൂർ പൂരം വിളംബര ചടങ്ങുകൾ നടന്നു. നാടിനി പൂരാവേശത്തിലേക്ക്. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ KSEBയുടെ ട്രാൻസ്ഫോമർ കത്തി നശിച്ചു. വൈകുന്നേരത്തോടെ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന് അധികൃതർ. മാള വലിയ പറമ്പിൽ കമിതാക്കളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തഞ്ചിറ മഠത്തിൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത്, കുന്നത്ത് പറമ്പിൽ വെണ്ണൂർ സ്വദേശിനി മിൽന എന്നിവരാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ പൂരം വിളംബര ചടങ്ങുകൾ നടന്നു. നാടിനി പൂരാവേശത്തിലേക്ക്. കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി പൂരത്തിന്റെ തലേ ദിവസം വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി വന്ന് തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങുന്നതാണ് ചടങ്ങ്. ഇത്തവണയും കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആർഭാടരഹിതമാണ് തൃശൂർ പൂരം. വെടിക്കെട്ടൊഴിവാക്കി ചടങ്ങുകൾ മാത്രമായി പൂരം പരിമിതപ്പെടുത്തി. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആഘോഷപൂർവമായ കുടമാറ്റം 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കി. വെടിപ്പുര ദുരന്തത്തിന് പിന്നാലെ ഇത്തവണത്തെ പൂരം എങ്ങനെ നടത്തുമെന്ന് ആലോചിക്കാനായി സർക്കാർ വിളിച്ച യോഗത്തിൻ്റെതായിരുന്നു തീരുമാനം. പരമാവധി 10 സെറ്റ് കുടകളാണ് ഇത്തവണ മാറാനാവുന്നത്. സാധാരണ 1 മണിക്കൂർ ദൈർഘ്യമുള്ള കുടമാറ്റമാണ് നടത്തുക. 55 സെറ്റ് കുടകൾ ഇരു ദേവസ്വങ്ങളും ഈ സമയം കൊണ്ട് മാറുമായിരുന്നു. അതാണ് 10 സെറ്റ് കുടകളായി പരിമിതപ്പെടുത്തിയത്. പൂരത്തിന്റെ മറ്റു ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. 8 ഘടകപൂരങ്ങളും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആനകളും മേളവുമായി വടക്കുംനാഥ സന്നിധിയിലെത്തി മടങ്ങും. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും മേളത്തിനും മുടക്കമുണ്ടാവില്ല. മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും സമയം ഒട്ടും കുറയ്ക്കാതെ അവതരിപ്പിക്കും. മീഡിയ ടൈം, തൃശൂർ. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ KSEBയുടെ ട്രാൻസ്ഫോമർ കത്തി നശിച്ചു. ചാമക്കാല ജുമാ മസ്ജിദിന് സമീപത്തെ ട്രാൻസ്ഫോമറാണ് കത്തി നശിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. വീടുകളിലെ വൈദ്യുതി ഉപഭോഗം കൂടിയപ്പോൾ ചൂടായാണ് ട്രാൻസ്ഫോമർ കത്തിയതെന്ന് അധികൃതർ പറയുന്നു. സംഭവം അറിഞ്ഞ അധികൃതർ സ്ഥലത്തെത്തി. ലൈൻ ഓഫ് ചെയ്തെങ്കിലും ട്രാൻസ്ഫോമറും അനുബന്ധ വയറിങ്ങുകളും പൂർണ്ണമായും കത്തിയിരുന്നു. ട്രാൻസ്ഫോമർ മാറ്റിവെക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നും അധികൃതർ അറിയിച്ചു. മാള വലിയ പറമ്പിൽ കമിതാക്കളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തഞ്ചിറ മഠത്തിൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത്, കുന്നത്ത് പറമ്പിൽ വെണ്ണൂർ സ്വദേശിനി മിൽന എന്നിവരാണ് മരിച്ചത്. ശ്രീജിത്തിന്റെ വലിയ പറമ്പിലുള്ള വാടക വീട്ടിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 തവണ വിവാഹിതനായിരുന്ന ശ്രീജിത്ത് മിൽനയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് വിവരം. ഈ ബന്ധത്തെ തുടർന്ന് ശ്രീജിത്തും 2ാം ഭാര്യയും തമ്മിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായതായി നാട്ടുകാർ പറയുന്നു. ശ്രീജിത്തിന്റെ ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്. ഇന്നലെ മിൽനയെ കാണാതായതായി കുടുംബാംഗങ്ങൾ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിഞ്ഞാലക്കുട DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മരണത്തിന്റെ കാരണം വ്യക്തമാകാൻ കൂടുതൽ പരിശോധനകൾ തുടരുകയാണ്. ശ്രീജിത്ത് ട്രാവലർ ഡ്രൈവറാണ്. മിൽന ബേക്കറി ജീവനക്കാരിയാണ്. 3 ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനു ശേഷം ആശുപത്രി ICUവിൽ വെച്ച് ശ്രീജിത്തിന് പരസ്ത്രീ ബന്ധമുണ്ടെന്നും തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാറുണ്ടെന്നും പറഞ്ഞ് ശ്രീജിത്തിന്റെ ഭാര്യ അഞ്ജു 2 ദിവസം മുമ്പ് മാള പോലീസിൽ മൊഴി നൽകിയിരുന്നു. മീഡിയ ടൈം, മാള.
കുളത്തിൽ വീണ് വിദ്യാർത്ഥി മരിച്ചു. കല്ലേറ്റുംകര നിപ്മറിലെ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം പള്ളിച്ചാൽ അച്ചു ആണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടോടെ സുഹൃത്തുക്കൾക്കൊപ്പം പുല്ലൂർ ചെമ്മീൻ ചാലിന് സമീപമുള്ള കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് കൂട്ടുകാർ ഒച്ച വെച്ചതിനെ തുടർന്ന് നാട്ടുകാരും ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. ദേശീയപാത കൊടകരയിൽ കാറിലിടിച്ച് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി സമീപത്തെ വീടിന്റെ മതിലിടിച്ച് തകർത്തു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയും അതേ ദിശയിൽ പോയിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. അപകടം നടക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി സർവീസ് റോഡും മറികടന്നാണ് വീടിന്റെ മതിലിടിച്ച് തകർത്തത്. മാള പഴൂക്കര ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളിന് കൊടിയേറി. ഫാദർ സോജോ കണ്ണമ്പുഴ കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 3-നാണ് തിരുനാൾ. തിരുനാൾ ദിനത്തിൽ ഊട്ടുനേർച്ച, തിരുനാൾ ദിവ്യബലി, പ്രദക്ഷിണം എന്നിവ നടക്കും. ഫാദർ വിവനിൽ കുരിശുതറ, ഫാദർ ജോജി കല്ലിങ്കൽ, ഫാദർ ലിൻഡോ മാടമ്പി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങി നെയ്തലക്കാവ് ഭഗവതി. തൃശൂർ പൂരം വിളംബര ചടങ്ങുകൾ നടന്നു. നാടിനി പൂരാവേശത്തിലേക്ക്. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ KSEBയുടെ ട്രാൻസ്ഫോമർ കത്തി നശിച്ചു. വൈകുന്നേരത്തോടെ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന് അധികൃതർ. മാള വലിയ പറമ്പിൽ കമിതാക്കളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തഞ്ചിറ മഠത്തിൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത്, കുന്നത്ത് പറമ്പിൽ വെണ്ണൂർ സ്വദേശിനി മിൽന എന്നിവരാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.